Welcome 7th standard to your geography class. Now in this video I am going to take the second lesson. Now which is your second lesson? Inside our earth. That is the second lesson, inside our earth. Now we learn in this lesson what are there inside the earth. നമ്മളിപ്പോൾ അതിൻ്റെ മേലെ നിൽക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് earthൻ്റെ മേലെയാണ്. We don't know what all inside our earth. Now just like an onion. Now suppose you take a big onion. നിങ്ങൾ ശരിക്കും നടുഭാഗം അല്ലെങ്കിൽ കട്ട് ചെയ്ത് നോക്കിയാൽ എങ്ങനെയാണ് കാണുക? ലെയർ ലെയർ ലെയർ, കോൺസെൻട്രിക് സർക്കിൾസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കോൺസെൻട്രിക് സർക്കിൾസ് ഇങ്ങനെ കാണുക. ഇതാണ് കോൺസെൻട്രിക് സർക്കിൾസ്. ഈ കോൺസെൻട്രിക് സർക്കിൾസ് അതേമാതിരി ഏർത്തിൻ്റെ ലെയർ, ഒരു ലെയറിൻ്റെ ഉള്ളിൽ വേറെ ലെയർ, ആ ലെയറിനുള്ളിൽ വേറെ ലെയർ, അങ്ങനെ. അനിയൻ ഒരു ഉള്ളി നേരെ മുറിച്ചാൽ നമുക്കിങ്ങനെ ലെയർ 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 ആയിട്ട് കിട്ടും. കോൺസെൻട്രിക് ലെയർ, ആ ഏറ്റവും മേലത്തെ അപ്പർമോസ്റ്റ് ലെയർ ഓവർ ദ എർത്ത് സർഫസ് ഇസ് കോൾഡ് വാട്ട്? ക്രസ്റ്റ് ആണ് അപ്പർമോസ്റ്റ് ലെയർ. അതാണ് ഏറ്റവും തിന്നസ്റ്റ്, തിന്നസ്റ്റ് ഓഫ് ഓൾ ദ ലെയർ. ഇറ്റ് ഇസ് ഓൺലി 35 കിലോമീറ്റർ ഉണ്ടാവും. ഇത് അതിൻ്റെ തിക്നെസ്, ആ ക്രസ്റ്റിൻ്റെ തിക്നെസ് 35 കിലോമീറ്റർ. അതായത് ലിത്തോസ്ഫിയറിൽ ലാൻഡ് കോണ്ടിനെന്റിന്റെ ഭാഗത്ത്, ഓഷ്യന്റെ ഭാഗത്തോ ഒന്നും കൂടെ നേർമയായി വരും 5 കിലോമീറ്റർ. ഓഷ്യന്റെ ഫ്ലോറിൽ ഉണ്ടാവുമല്ലോ ലിത്തോസ്ഫിയർ, ആ ക്രസ്റ്റ് 5 കിലോമീറ്റർ. പക്ഷെ നമ്മൾ ഈ ലിത്തോസ്ഫിയറിന്റെ ഹൈഡ്രോസ്ഫിയറിന്റെ ക്രസ്റ്റാണ് ഫ്ലോറിന്റെ അവിടെയാണ് 5 കിലോമീറ്റർ. നമ്മളെ ലിത്തോസ്ഫിയറിന്റെ ക്രസ്റ്റ് 35 കിലോമീറ്റർ തിക്നെസ് ഉണ്ടാവും. അതിൻ്റെ അകത്ത് അതേമാതിരി ഈ ലിത്തോസ്ഫിയറിനകത്ത് മിനറൽസ് ഉണ്ടാവും. ദ മെയിൻ മിനറൽ കോൺസ്റ്റിറ്റ്വൻസ് ഓഫ് ദ കോണ്ടിനെന്റൽ മാസ്. കോണ്ടിനെന്റൽ മീൻ കരേൻ്റെ ഭാഗത്ത്, കോണ്ടിനെന്റിന്റെ ലാൻഡിന്റെ ഭാഗത്ത് ഏതൊക്കെ മിനറൽസ് ആണ്? സിലിക്ക ആൻഡ് അലൂമിന. സിലിക്ക, ഈ മിനറൽ സിലിക്ക, ആൻഡ് ദ നെക്സ്റ്റ് വൺ അലൂമിന. അപ്പൊ ഇതിന്റെ തുടക്കം എന്താണ്? SI. ഇതിന്റെ തുടക്കം AL, സിയാൽ. സിയാൽ മീൻ ഷോർട്ട് ഫോം ഓഫ് സിലിക്ക ആൻഡ് അലൂമിന. അപ്പൊ ഈ കോണ്ടിനെന്റൽ ഭാഗത്ത്, ലാൻഡിന്റെ ഭാഗത്തുള്ള ക്രസ്റ്റിന്റെ അകത്ത് വാട്ട് ഓൾ മിനറൽസ് ആർ ദ? സിലിക്ക ആൻഡ് അലൂമിന. അതിന്റെ ഷോർട്ട് ഫോം സിയാൽ, SiAl. Then the oceanic crust mainly consists, അപ്പോൾ ഓഷ്യന്റെ ഫ്ലോറിൽ ഉണ്ടാവും പിന്നെ ഇത് ക്രസ്റ്റ്. ആ ഓഷ്യന്റെ ഫ്ലോറിലത്തെ ക്രസ്റ്റിൻ്റെ അകത്താണ് ഈ രണ്ട് മിനറൽസ് ഉള്ളത്. ദാറ്റ് ഈസ് സിലിക്ക ആൻഡ്, അത് സെയിം സിലിക്ക ആൻഡ് ദാറ്റ് ഈസ് മെഗ്നീഷ്യം. ഈ രണ്ട് മിനറൽസ് ആണ് അവിടെ ഉള്ളത്, സിലിക്ക. അപ്പൊ ഇതിന്റെ തുടക്കം എന്താണ്? SI ആൻഡ് MA, സീമ. അത് ഓഷ്യന്റെ അടിയത്തെ ഫ്ലോറിന്റെ ക്രസ്റ്റിലാണ് ഈ രണ്ട് മിനറൽ, സിലിക്ക ആൻഡ് മെഗ്നീഷ്യം. ഈ കോണ്ടിനെന്റൽ ഭാഗത്ത്, ലാൻഡിന്റെ ഭാഗത്തുള്ള ക്രസ്റ്റിലാണ് സിലിക്ക ആൻഡ് അലൂമിനിയം, സിയാൽ ആൻഡ് സീമ ഇൻ ദ ഓഷ്യൻ ഫ്ലോ ക്രസ്റ്റ് ആൻഡ് സിയാൽ ഇൻ ദ കോണ്ടിനെന്റൽ ക്രസ്റ്റിൽ. ജസ്റ്റ് beneath the ക്രസ്റ്റിന്റെ അടിഭാഗത്ത് പോയാൽ എന്താണ്? മാന്റിൽ. സോ മാന്റിൽ, MANTLE. അപ്പൊ ക്രസ്റ്റിന്റെ അടിഭാഗത്തേക്ക് പോയാൽ we'll see mantle, and mantle is about 2900 kilometers. ഇത് 35 കിലോമീറ്റർ, മറ്റേത് 2900 കിലോമീറ്റർ. അത്രയും ആഴത്തിലുണ്ടാവും മാന്റിൽ ബിലോ ദ ക്രസ്റ്റ്. അപ്പൊ ക്രസ്റ്റിന്റെ താഴത്തെ ലെയറിനാണ് we'll call what? mantle. ഇനി അതിന്റെയും ഉള്ളിലത്തെ, that is the innermost layer is the core. ഇപ്പൊ ഒരു ആപ്പിൾ ആയാലും നമ്മൾ ഉള്ളിലത്തെ ഭാഗത്തിന് the core of the apple എന്ന് പറയും. ഏറ്റവും ഉള്ളിലത്തെ ഭാഗം, അതാണ് inner core. അത് ഇറ്റ് ഈസ് മെയ്ഡ്, അതിൻ്റെ അകത്ത് എന്ത് മിനറൽസ് ഉള്ളത്? നിക്കിൾ ആൻഡ് അയേൺ. അതാണ് നിക്കിൾ മീൻസ് ഇതിന്റെ തുടക്ക ഭാഗം Ni-യും, അയേണിന് സയന്റിഫിക് നെയിം ഇസ് ഫെറസ്, FERROUS, ഫെറസ്. അതായത് Fe, ഇതിന്റെ തുടക്കം Fe. അത് അയേണിന്റെ സയന്റിഫിക് നെയിമാണ് ഫെറസ്. അപ്പോൾ NiFe. അപ്പൊ ഈ കോറിൻ്റെ അകത്ത് NiFe, നൈഫാണ് ഉള്ളത്, ആ മിനറൽസ്.
പിന്നെ അതിന് കോർ മീൻസ് ഇന്നമോസ്റ്റ്, അത് ഭയങ്കര ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, അതിങ്ങനെ അടുപ്പിച്ച് കിടക്കില്ല. അപ്പൊ ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അപ്പൊ അങ്ങനെ ടെമ്പറേച്ചർ കൂടുന്ന കോളാണ് ഈ വോൾക്കാനോ ഒക്കെ സംഭവിക്കുന്നത്, അഗ്നിപർവ്വതം. ഉള്ളിലത്തെ ഭയങ്കര ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ വരുമ്പോഴാണ് ഈ ലാവ ആയിട്ട് പുറത്തേക്ക് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് വരുന്നത് അഗ്നിപർവ്വതമായിട്ട്. ദാറ്റ്സ് കോൾഡ് വോൾക്കാനോ. അപ്പൊ ഇന്നർ കോറിലാണ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഉള്ളത് അവിടെ. നെക്സ്റ്റ് ക്ലാസ് next I am going to take about rocks and minerals. Rocks and minerals. So now you all have understood the top part of the layer is called crust. അതിന്റെ നേരെ താഴെ മാന്റിൽ, അതിന്റെ ഏറ്റവും ഉള്ളിലത്തെ ഭാഗത്തിനാണ് ഇന്നർ കോർ. അപ്പൊ നിങ്ങൾക്ക് അറിയാം ആ ക്രസ്റ്റ് മീൻസ് 35 കിലോമീറ്റർ, പക്ഷെ ഓഷ്യൻ ഫ്ലോറത്തെ ക്രസ്റ്റ് only 5 kilometer. അതേമാതിരി എന്തൊക്കെ മിനറൽസ് ആണ് ഇൻ ദ ക്രസ്റ്റ്, what all minerals in the mantle, what all minerals in the inner core. You just read the lesson and understand that. Next is what? Rocks and minerals. You know, the earth crust is made up of various types, പല തരത്തിലുള്ള rocks ഉണ്ട്. There are many names: igneous rocks, sedimentary rocks, metamorphic rocks. അതാണ് 3 types of rocks. So you know that earth crust is called a rock. ആ earth crustനെയാണ് റോക്ക്. ചില ഭാഗത്ത് സോയിൽ ആയിരിക്കും. സോയിൽ മീൻസ് വാട്ട്? അതും റോക്കിന്റെ ചെറിയ പൊടികളാണ്. സോയിൽ മീൻസ് മണ്ണ്. എങ്ങനെയാ മണ്ണ് വരുന്നത്? സോയിൽ ഈ ഡ്യൂ ടു ദ വെദർ, ഓരോ കാലാവസ്ഥയും ഡ്യൂ ടു ദ ഡിഫറെന്റ് ടെമ്പറേച്ചർ ദ റോക്സ് വിൽ ബ്രേക്ക് ഇൻ ടു സ്മോളർ പീസസ്. അങ്ങനെയാണ് നമുക്ക് സോയിൽ വരുന്നത്. സോ റോക്സ് ക്യാൻ ബി ഓഫ് ഡിഫറെന്റ് കളർ അല്ലേ? റോക്ക് എല്ലാം ഒരേ കളറാണോ? കളർ, സൈസ് ആൻഡ് ടെക്സ്ചർ ഓൾസോ. ടെക്സ്ചർ മാതിരി, ചിലത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, ചിലത് ഭയങ്കര ഹാർഡ് ആയിരിക്കും, അങ്ങനെ ഉണ്ടാവും. സോ ഡിഫറെന്റ് കളർ, ഡിഫറെന്റ് സൈസ്, ഡിഫറെന്റ് ടെക്സ്ചർ. Now there are 3 types of rocks are there, that is igneous rocks. The first one is what? Igneous rocks. Igneous rocks. Then the next one is sedimentary rocks. Sedimentary rocks. And the third one is metamorphic rocks. Metamorphic rocks. So these are the 3 types of rock: igneous rock, sedimentary rock, metamorphic rocks. Now you know how this when the molten magma cools, it becomes solid rock. അപ്പൊ എങ്ങനെയാണ് ഇഗ്നിയസ് റോക്സ് ഫോം ചെയ്യുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഇന്നർ കോറിനകത്ത് ഭയങ്കര ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ ആയിരിക്കും. അപ്പൊ അതിനകത്ത് എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെടാൻ അതിനകത്ത് മോൾട്ടൻ ലാവ, അഗ്നിപർവ്വതം പുറത്തേക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പുറത്തേക്ക് വരുന്നതാണ് വോൾക്കാനോ. അപ്പൊ നിങ്ങൾ കാണില്ലേ, വോൾക്കാൻ്റെ അകത്ത് ഇറപ്സ് വാട്ട്? മോൾട്ടൻ ലാവ. ആ മോൾട്ടൻ ലാവ പുറത്തേക്ക് വന്ന് തണുത്ത് കുറെ കഴിഞ്ഞാൽ തണുക്കും. ആ തണുത്ത് കഴിഞ്ഞാൽ ഒരു റോക്ക് ഫോം ചെയ്യും. ദാറ്റ്സ് കോൾഡ് വാട്ട്? ഇഗ്നിയസ് റോക്ക്. ഇഗ്നിയസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫയർ, പേര് തന്നെ അങ്ങനെയാ, ഫയർ. അപ്പൊ ഈ പുറത്തേക്ക് വരുന്ന മോൾട്ടൻ ലാവ പുറത്തേക്ക് വന്നാൽ അത് ഇറ്റ് വിൽ കൂൾ ഡൗൺ ആൻഡ് ഫോംസ് വാട്ട് റോക്ക്? ദാറ്റ് ഈസ് ഇഗ്നിയസ് റോക്ക്. സോ ഇറ്റ് ബിക്കംസ് സോളിഡ്. സോ റോക്സ് ഫോംഡ് ഫ്രോം ദ മോൾട്ടൻ മാഗ്മ ഇസ് കോൾഡ് വാട്ട്? ഇഗ്നിയസ് റോക്ക്. ഇഗ്നിയസ് റോക്കിൽ തന്നെ 2 തരത്തിലുള്ള റോക്ക് ഉണ്ട് ഇഗ്നിയസിൽ തന്നെ. The 2 types of intrusive rocks and extrusive rocks. So igneously 2 types of rock, intrusive and extrusive. അപ്പോൾ intrusive കാരണം നിങ്ങൾക്ക് മനസ്സിലാവും, inner, extrusive outer. So rocks form such a way on the crust, അതായത് പുറത്തേക്ക് വരും. ചില മാഗ്മ പുറത്തേക്ക് വന്നിട്ട് സോളിഡിഫൈ ചെയ്തിട്ട് കൂൾ ഡൗൺ ചെയ്ത് ഫോം ചെയ്യുന്ന റോക്കിനാണ് വിൽ കോൾ extrusive igneous rocks. They have very fine grain structure. For example, basalt. Basalt ആണ് ഒരു example. Now the Deccan Plateau is made up of basalt rock. നിങ്ങൾ ഇന്ത്യൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് നിങ്ങൾ പഠിക്കില്ലേ, the Deccan Plateau. അപ്പോൾ Deccan Plateau is an example of basalt rock. അതായത് extrusive igneous rock ആണത്. So sometimes the molten lava cools down deep inside. ചില molten lava പുറത്തേക്ക് വന്നിട്ട് കൂൾ ഡൗൺ ചെയ്യുന്നതാണ് എക്സ്ട്രൂസീവ് റോക്ക്. ചിലത് ഉള്ളിൽ തന്നെ, എർത്തിന്റെ ഉള്ളിൽ തന്നെ കൂൾ ഡൗൺ ചെയ്യും. അപ്പൊ അവിടെ റോക്ക് ഫോം. അതിനാണ് ഇൻട്രൂസീവ് ഇഗ്നിയസ് റോക്സ് എന്ന് പറയുന്നത്.
Slowly they form അത് large grains ആണ്, മറ്റേത് small grain, tiny grains ആണ്, fine grained. Now granite is an example of such rock. കണ്ടോ, intrusive ഉള്ളിൽ ഫോം ചെയ്യുന്ന igneous റോക്കിനാണ് ഗ്രാനൈറ്റ്. ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ കരിങ്കല്ല്, അതാണ്. ഗ്രൈൻഡിങ് സ്റ്റോൺ, കരിങ്കൽ മീൻസ് ഇറ്റ്സ് വെരി ഹാർഡ് സ്റ്റോൺ. Granite is an example of such rock. Basalt, extrusive igneous rock in example basalt rock at Deccan Plateau, and intrusive igneous rock ആണ് granite. അതായത് ഗ്രാനൈറ്റ് എന്ന് പറയുന്ന ആ മൈൻ അതിൻ്റെ അകത്ത് നിന്ന് പോയി കിളച്ചെടുക്കുന്ന പൊട്ടിച്ചെടുക്കുന്ന ഗ്രാനൈറ്റ് ആണ്, വെടി വെച്ചിട്ട് പൊട്ടിച്ചെടുക്കുന്നതാണ് ഗ്രാനൈറ്റ്. അതിനെ കൊണ്ടാണ് വീൽ മേക്ക് ദിസ് ഗ്രൈൻഡിങ് സ്റ്റോൺ ആൻഡ് ഓൾ. അമ്മിക്കല്ല്, ദെൻ ആട്ടമ്മി, അതൊക്കെ ഉണ്ടാക്കുന്ന ഈ ഗ്രാനൈറ്റ് സ്റ്റോണിനെ കൊണ്ടാണ്. പണ്ടത്തെ ആൾക്കാരൊക്കെ അതിൻ്റെ അകത്ത് സ്പൈസസും ഇതൊക്കെ മുളകും ഇതൊക്കെ പൊടിക്കുക, തേങ്ങയൊക്കെ അരയ്ക്കുക. ഇറ്റ്സ് വെരി ഹാർഡ് റോക്ക് മെയ്ഡ് ഓഫ് ഗ്രാനൈറ്റ്. Now rocks roll down, crack and hit each other and are broken down to smaller fragments. These smaller particles are called sediment. The rest I'll take afterwards, children. So only up to this you all understand the main parts, what is inside the earth and what are the three types of rock. And igneous also is divided two types of rock, intrusive and extrusive. Up to that you all read and understand the lesson. Thank you, children. The rest I'll take in the next video. Thank you.